എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു, കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേ. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 36 സങ്കീർത്തനം 9 വാക്യം. നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. എല്ലാ ജീവൻ്റെയും ഉറവിടമായി ദൈവത്തെ ഈ വാക്യം പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കരുതലിനെ പ്രതിനിധീകരിക്കുവാൻ ഒരു ഉറവിൻ്റെ പ്രതിച്ഛായയും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിനെയും മാർഗനിർദ്ദേശത്തെയും പ്രതിനിധീകരിക്കുവാൻ പ്രകാശത്തിൻ്റെ പ്രതിച്ഛായയായി ഇത് ഉപയോഗിക്കുന്നു. ഭൗതികവും ആത്മീയവുമായ എല്ലാ ജീവൻ്റെയും ഉത്ഭവമായി ദൈവത്തെ ഊന്നിപ്പറയുന്നു. സത്യത്തിൻ്റെ ഉറവിടം ദൈവമാണെന്ന് ഈ വാക്യം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അറിവ്, ദൈവസാന്നിധ്യം എന്നിവയ്ക്കുള്ള ഒരു സാധാരണ ബൈബിൾ രൂപകമാണ് വെളിച്ചം. ദൈവത്തിലൂടെ നമുക്ക് വ്യക്തതയും ജ്ഞാനവും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും ലഭിക്കുന്നു. ദൈവമില്ലെങ്കിൽ നമ്മൾ അന്ധകാരത്തിൽ തന്നെ തുടരും. പ്രിയ സ്നേഹിതരെ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ വെളിച്ചമായവനെ കണ്ടെത്തി ലോകത്തിൽ വെളിച്ചമായി ജീവിപ്പാൻ ഈ നാളുകളിൽ നമുക്കൊരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പ്രകാശത്തിൽ പ്രകാശമുള്ളവരായി ജീവിപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.